السلام عليكم ورحمة الله وبركاته. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدينا كلك شيخنا. അൻസാർ മാസ്റ്റർ ഞാൻ പറയേണ്ടുന്നതിൻ്റെ ഉസൂലുകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാനാണ് നമ്മളൊക്കെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പിന്നിൽ അണിനിരക്കുന്നത്. അത്തരമൊരു പ്രവർത്തന പാതയിൽ അഥവാ എൻ്റെ പഴയ തറവാട്ടിലേക്ക് തിരിച്ചു വരാനാണ് ഞാനിവിടെ വന്നത്. എനിക്ക് ഈ സദസ്സിൽ വെച്ച് ഞാൻ ഏറ്റവും ഏറെ അറിഞ്ഞ എൻ്റെ പഴയകാല പ്രിയപ്പെട്ട നേതാവായിരുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോടും അതുപോലെയുള്ള ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ പ്രവർത്തിച്ച മേഖലകളിലൊക്കെ ഏറെക്കുറെ ആ മേഖലകളൊക്കെ തൊട്ടറിയുകയും അതിൻ്റെ സ്പന്ദനങ്ങൾ ഓരോന്നും അറിയുകയും ചെയ്തു. ഇന്ന് ഇവിടെ നിൽക്കും വരെ, അല്ലെങ്കിൽ ഞാൻ ചാനലുകൾക്ക് മുന്നിൽ വന്ന് ഒരുപാട് പുതിയ വിഷയങ്ങൾ ജിഷാനുമായി ബന്ധപ്പെട്ടും ഇന്നിവിടെ ചർച്ച നടക്കുന്ന ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്ന എല്ലാ കച്ചവടക്കഥകളുടെ അനാവശ്യതകളെ അനാവരണം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ എനിക്ക് എന്തായാലും കുറേ ചെലവുണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെയുള്ള ഒരാളെ, അഥവാ ദൈവബന്ധിസം പേറുന്ന ഒരാളെ പിടിച്ചുകെട്ടാൻ കാന്തപുരത്തെ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരാളുടെ ഒരു 75,000 സഹായം ഉണ്ടായാൽ മാത്രമേ പിടിച്ചുകെട്ടാൻ കഴിയുകയുള്ളൂ എന്നൊരവസ്ഥ വന്നപ്പോൾ എനിക്ക് സഹായിച്ച കുറേ ആളുകളുണ്ട്. ആ സമയത്ത് പൊന്മളയെ സംഘടനയിൽ അടക്കണമെന്ന് നിർബന്ധമുള്ള സംഘടനയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരായവർ, ഞാനിവിടെ അതിനുള്ള സൂചകങ്ങൾ നൽകിക്കഴിഞ്ഞു. അവരോട് എനിക്ക് ഈ സദസ്സിൻ്റെ മുന്നിൽ നിന്ന് നന്ദി അറിയിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എനിക്ക് നന്മയിലേക്കുള്ള വഴി കാണിച്ചു തന്നത് നിങ്ങളായതുകൊണ്ട് നിങ്ങളുടെ കൂടി തറവാടായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയിലേക്ക് വരണമെന്ന് ഈ ആയിരക്കണക്കായ മുഅ്മിനുകളെ സാക്ഷി നിർത്തി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നൊരു കാരണം, ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരണുവായി ചേരാൻ ആഗ്രഹിച്ചു, ഒരു സാധാരണ പ്രവർത്തകനായി കടന്നു വരാൻ ആഗ്രഹിച്ചത്, ഞാൻ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ മുഫ്തിയായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രമാദമായ പുസ്തകമാണിത്. ഏറ്റവും പ്രമാദമായ ഈ ചുവന്ന പുസ്തകം. ഈ ചുവന്ന പുസ്തകത്തിൽ അദ്ദേഹം എണ്ണിപ്പറയുന്നത് ഈമാൻ കാര്യങ്ങൾ 5 എണ്ണമാണ്. അതുകൊണ്ട് എനിക്ക് ഈമാൻ കാര്യം 5 പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന അടിസ്ഥാനപരമായ കാരണമാണ് ഞാൻ കടന്നു വരാൻ കാരണം. മറ്റൊന്ന്, ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രധാനമാണെങ്കിലും ഏറ്റവും പ്രധാനമാണെങ്കിലും തബറുക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. അതിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഏറ്റവും അനിവാര്യമായ തീരുമാനങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഈ പ്രസ്ഥാനം ആ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാവർക്കും സുവ്യക്തവുമാണ്. പക്ഷേ ഇവിടെ ഫറളായ നിസ്കാരം, ആ നിസ്കാരം ഒരു പ്രസ്ഥാനത്തിൻ്റെ, ഞാൻ ആദ്യം ഈമാൻ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ വളരെ ചുരുങ്ങിയ സമയത്ത് വിഷയം പറയേണ്ടതുകൊണ്ട് ഞാൻ വിഷയം മാത്രം പറയുക. കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമെന്ന് മേനി നടിക്കാറുള്ള സംഘടനയുടെ കോഴിക്കോട് നഗരത്തിലുള്ള സ്ഥാപനം മർക്കസ് ഇൻ്റർനാഷണൽ സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം. അതിലെ ഞാനിപ്പോൾ വരുമ്പം തന്നെ കണ്ടു, ആ സ്കൂളിലെ 2-3 PTA അംഗങ്ങൾ, അവിടുത്തെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളൊക്കെ വരുന്ന റോഡിൽ തന്നെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ ആളുകൾ ഈ നോട്ടീസ് കണ്ടിട്ടുണ്ടാവും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മർക്കസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ ഇറങ്ങിയ അവിടുത്തെ രക്ഷിതാക്കൾ PTA-യിലെ ഉത്ബുദ്ധരും ദീനീ ബോധമുള്ളവരുമായ ആളുകൾ ഇറക്കിയ ഒരു നോട്ടീസാണ്. അപ്പോൾ നമ്മളിവിടെ തബറുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം, ഫറളായ ഇബാദത്തിനെ കുറിച്ച് ഇതിൽ പറയുന്നത്. നമ്മുടെ കുട്ടികളെ നമ്മൾ സമസ്തയുടെയും മുസ്ലിം പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ സ്ഥാപനങ്ങൾ പറഞ്ഞയക്കുന്നത് നിസ്കാരം കിട്ടാൻ വേണ്ടിയാണ്, മതം പഠിക്കാനാണ്, ധാർമ്മികമായ ഔന്നത്യങ്ങൾ ഉണ്ടാവാനാണ്. പക്ഷേ മർക്കസിൻ്റെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച ഒരുപാട് രക്ഷിതാക്കൾ, ഒരു രക്ഷിതാവ് നേരിട്ട് എന്നോട് പറഞ്ഞത്, എൻ്റെ മക്കൾ മർക്കസിലും പഠിക്കുന്നുണ്ട്,
പ്രോവിഡൻസിലും പഠിക്കുന്നുണ്ട്. പ്രോവിഡൻസിലുള്ള കുട്ടി ളുഹർ നമസ്കാരം നിർവഹിച്ചിട്ടാണ് ആ കുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരാറുള്ളത്. വൈകുന്നേരം വരുമ്പോൾ കൃത്യമായി ഖളാ നമസ്കരിക്കും. മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ളുഹർ ഖളാ ആക്കിയിട്ട് വീട്ടിൽ വന്ന് നിസ്കരിക്കും. 1500-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കഥയാണ്. അങ്ങനെ അവിടെയുള്ള രക്ഷിതാക്കൾക്ക് വളരെ വിഷമം തോന്നിയപ്പോൾ ആ രക്ഷിതാക്കൾ ഒരു നോട്ടീസ്, ആ നോട്ടീസിലെ 2-3 ഭാഗങ്ങൾ മാത്രം വായിക്കുകയാണ്. നിർത്തലാക്കിയ ളുഹർ നിസ്കാരം പുനഃസ്ഥാപിക്കുക. എങ്ങനെയുണ്ട് ഇപ്പോൾ ഇതിപ്പോ തബറുക്കൊന്നല്ലല്ലോ. രണ്ടാമത്തത്, കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നതുപോലെ മദ്രസാ സമയം പുനഃസ്ഥാപിക്കുക. അങ്ങനെയുണ്ട്. രണ്ടാമത്തത് മദ്രസാ സമയം പുനഃസ്ഥാപിക്കണം. 3, നിസ്കാര ഹാൾ എന്താ നമ്മൾ ചെയ്യുക? വീട്ടിലൊക്കെ ഉള്ളത് കുറച്ച് ഭദ്രവും വിശാലവുമാക്കി വെക്കും. അപ്പം മർക്കസിന്റെ ഇന്റർനാഷണൽ സ്കൂളിലാവുമ്പോൾ അതിവിശാലായിരിക്കുമല്ലോ. കേട്ടോളൂ. നിസ്കാര ഹാളിൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന 2 ക്ലാസ് റൂമുകൾ പൊളിച്ചു മാറ്റി നിസ്കാര സൗകര്യം കൂട്ടുക. ഇത് ഞാനിറക്കിയതല്ല, എൻ്റെ മക്കളോട് പഠിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് ഞാൻ പഠിപ്പിക്കൂല. ഞാൻ തന്നെ പഠിച്ചതുകൊണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഏതായാലും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അതിൻ്റെ ആർട്സ് കോളേജിൽ പഠിച്ചതാണ്, അതുകൊണ്ട് പറഞ്ഞു. സ്കൂളിലെ അനാസ്ഥകൾ ചൂണ്ടിക്കാണിക്കുന്ന, ഇപ്പൊ കേട്ടല്ലോ നിങ്ങൾ, അനാസ്ഥകൾ കേട്ടില്ലേ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിമിന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ അവർക്കുണ്ടാവുന്ന അനാസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ളുഹർ നിസ്കാരം കിട്ടൂല എന്നുള്ളത് തന്നെയാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഒരു മുസ്ലിമിനുണ്ടാവില്ല. എന്നിട്ട് ആ രക്ഷിതാക്കൾ എഴുതുന്നു, സ്കൂളിലെ അനാസ്ഥകൾ ചൂണ്ടിക്കാണിക്കുന്ന രക്ഷിതാക്കൾക്ക് രജിസ്ട്രേഡ് കത്തുകളയച്ച് TC തന്ന് പിരിച്ചുവിടുന്ന സമ്പ്രദായം ഒഴിവാക്കുക. എന്നിട്ട് നിസ്കരിക്കാൻ അവകാശം ചോദിക്കുന്ന, ഞങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണെന്ന് പറയുന്നവരോട് ഈ ആളുകൾ, ഇനി ബാക്കിൽ വരാനുണ്ട്, പ്രധാനപ്പെട്ട വരാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ 6 മാസമായി ഒരു പറ്റം രക്ഷിതാക്കൾ നിരന്തരമായി ഉന്നത അധികാരികളോട് പ്രശ്നം അവതരിപ്പിച്ചിട്ടും ഒരു പരിഹാരവും ഉണ്ടാകാത്തതിനാലാണ് ഈ പ്രതിഷേധം. ആരാ മർക്കസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ ഉന്നതാധികാരി? ആരാണ്? മേയറാണോ? അല്ല. കേരളത്തിൽ കാലഘട്ടത്തെ അതിജയിച്ച വികാരമായി സ്വയം പലരും പരിചയപ്പെടുത്തുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് അവിടുത്തെ ഉന്നതാധികാരി. ആ ഉന്നതാധികാരിയുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് പോലും ഈ നോട്ടീസിലെ വാചകം മാത്രം വായിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ആ കമ്മിറ്റിയിലുള്ള ആളുകൾ ഞാനുമായി സംസാരിച്ചതിന്റെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ കുറേ കാര്യങ്ങൾ ജിഷാനിൽ നിന്ന് റെക്കോർഡ് ചെയ്തവരിൽ നിന്ന് റെക്കോർഡ് ചെയ്തു എന്നുള്ളതൊക്കെ തന്നെയാണല്ലോ. ആ സാധനം റെക്കോർഡ് ചെയ്തിട്ട് ഞാനത് സൂക്ഷിക്കുന്നുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറുള്ള യോഗത്തിൽ വെച്ച് ഈ വിഷയത്തെപ്പറ്റി ചോദ്യം ചോദിച്ചപ്പോൾ രക്ഷിതാക്കളോട് പറഞ്ഞത്, അവിടുത്തെ പ്രധാനപ്പെട്ട ആളെ എഴുന്നേറ്റെന്ന് പറഞ്ഞു, നമുക്കിവിടെ ളുഹർ നിസ്കാരം പുനഃസ്ഥാപിക്കണമെങ്കിൽ വുളു ഉണ്ടാക്കാൻ വെള്ളം വേണം, വെള്ളത്തിന് പൈസ കൂടുതലാവുന്നുണ്ട്, അതുകൊണ്ട് പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവന്ന് വുളു ഉണ്ടാക്കിച്ച് ളുഹർ നിസ്കരിപ്പിക്കുന്നത് അപ്രായോഗികമാണ്. എങ്ങനെയുണ്ട്? ഈ സംഭവത്തിൽ അവിടുന്ന് തടി സലാമത്താക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഏത് മനുഷ്യൻ എവിടുന്ന സലാമത്താക്കുക? ഇതല്ലാതെ തീർച്ചയായും ഒരു മുസ്ലിമിന് ഈ നോട്ടീസിന്റെ ഈ ഒരൊറ്റ നോട്ടീസ് മതി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് എന്നേക്കുമായി സലാം ചെല്ലാൻ വേണ്ടി. നേരത്തെ ഇവിടെ ഹമീദ് ഫൈസി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ പാണക്കാട്ടെ മഹാന്മാരായ സയ്യിദുമാരുടെ മുന്നിൽ ഞങ്ങൾ പോയി. ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദിന്റെ മുന്നിലേക്ക് ഞാൻ പോയി. ഞാനൊന്ന് വിളിച്ചോട്ടെ ആ മഹാനരായ പണ്ഡിതരെ. ഞാൻ ഒരുപാട് കാലം കൊണ്ടോട്ടിയിൽ നിന്നൊക്കെ ആ മനുഷ്യനെ ഞാൻ കണ്ടിരുന്നു, ആ വലിയ പണ്ഡിതനെ, ലാളിത്യത്തിന്റെ പ്രതീകത്തെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ കാന്തപുരം പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടൊരു കാലത്ത് അദ്ദേഹത്തോട് അടുക്കാൻ എൻ്റെ ഉള്ളിലെ ആ കാന്തശക്തി എന്നെ അനുവദിച്ചില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരിച്ചറിവിന്റെ ഈ നിമിഷത്തിൽ എനിക്ക് ആ മഹാനരുടെ കൈ പിടിക്കാനും മുത്താനും എനിക്ക് അവസരമുണ്ടായി. ഞാനൊന്ന് വിളിച്ചോട്ടെ സ്വകാര്യമായി, എല്ലാവരും കേൾക്കെ, എനിക്ക് വിളിക്കാം. സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. ഇതെന്റെ തെറ്റാണ്. ഞാൻ കേരള യാത്ര നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പോസ്റ്റർ വന്നു, കാന്തപുരത്തിന്റെ കേരള യാത്ര. ഞാൻ പറഞ്ഞു പറ്റൂല, ഖമറുൽ ഉലമ കാന്തപുരത്തിന്റെ കേരള യാത്ര എന്ന് വേണം. ജിഷാൻ സൂചിപ്പിക്കുന്നുണ്ടത്. ജിഷാനുമായി പേരോട് 4.5 മണിക്കൂർ സംസാരിച്ചപ്പോൾ
ആദ്യം എൻ്റെ പേരിൽ ചെയ്ത ചാർജ് ഷീറ്റ് കാന്തപുരത്തിൻ്റെ കേരള യാത്ര, കാന്തപുരം ഉസ്താദിൻ്റെ അല്ലെങ്കിൽ കമറുലുലമ കാന്തപുരം ഇങ്ങനെ ആക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളോട് മത്സരിച്ചവനാണ് എന്നാണ്. ഞാൻ ചോദിക്കുകയാണ് എൻ്റെ മുന്നിലിരിക്കുന്ന പ്രവർത്തകരോട്, നിങ്ങൾ സൈനുൽ ഉലമ എന്ന് പറയാൻ ഇഷ്ടപ്പെടുമോ? അല്ല, ചെറുശ്ശേരി ഉസ്താദിൻ്റെ പേര് മാത്രം പറയാൻ, നാട്ടിൻ്റെ പേര് മാത്രം പറയാൻ ഇഷ്ടപ്പെടുമോ? നിങ്ങൾ എന്തു പറയും? സൈനുൽ ഉലമ എന്ന് നിങ്ങൾ വിളിക്കും എങ്കിൽ എനിക്ക് അങ്ങനെ വിളിക്കാൻ, എൻ്റെ നേതാവിനെ അങ്ങനെ വിളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാന്തപുരത്തെക്കുറിച്ചായാലും ഞാൻ വിശ്വസിക്കുന്ന കാലത്ത്, ഞാൻ അംഗീകരിക്കുന്ന കാലത്ത് എനിക്ക് എൻ്റെ നേതാവിനെ ഖമറുൽ ഉലമ എന്ന് വിളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ സംഘടന, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അൻസാർ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ, സംഘടന സങ്കുചിതത്വത്തെ മറികടന്നുകൊണ്ട് ആത്മീയതയുടെ പണ്ഡിതന്മാരെ ബഹുമാനിക്കേണ്ടുന്നതിൻ്റെ ബാധ്യത, ഒരു മുഅ്മിനിന്റെ ബാധ്യത എന്ന നിലയിൽ ഖമറുൽ ഉലമ എന്ന് വിളിച്ചപ്പോൾ എന്നെ കാന്തപുരം എന്ന് വിളിപ്പിച്ച പേരോടിന് ഞാൻ നന്ദി പറയുകയാണ്. ആ പേരോടിന്റെ പ്രയോഗമാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാൻ പാടില്ലെന്ന് എന്നെ തിരിച്ചറിവുണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ ഓർക്കുന്നു, അന്ന് നടന്ന കേരള യാത്രയും പിന്നാലെ നടന്ന വിമോചന യാത്രയും. ആ കേരള യാത്രയുടെ സ്റ്റേജിൽ ദുആഇന് കൈകൾ ഉയർത്തുമ്പോൾ രണ്ട് ഭാഗത്തും ആ ദുആ സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമാവുന്ന, ഇസ്ലാമികമായി കാരണമാവുന്ന ഒന്നോ രണ്ടോ സംഭവങ്ങൾ രണ്ട് ഭാഗത്തുണ്ട്. മാന്യമായ ഭാഷയിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ചും മതേതരമായി സംസാരിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരുത്തി വന്നൊരു കേരള യാത്രയും അങ്ങനെ നടത്തുന്ന പ്രവർത്തനങ്ങളും ഇസ്ലാമികമായി അംഗീകരിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഈ പുസ്തകവും എടുത്തു, ഇത് വായിച്ചു. പിന്നെ എനിക്ക് സംശയമായി, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മുഫ്തി എഴുതിയതിൽ ഈമാൻ കാര്യം 5 എണ്ണം മാത്രമേ ഈ പുസ്തകത്തിലുള്ളൂ. ഈമാൻ കാര്യം 5 എണ്ണം മാത്രമേ ഈ പുസ്തകത്തിലുള്ളൂ. അപ്പൊ അൻസാർ മാസ്റ്റർ പറഞ്ഞതുപോലെ ഞാനൊരു പത്രപ്രവർത്തകനാണ്, ഞാൻ പണ്ഡിതനല്ല. ഇനി ആ ഭാഗത്തുനിന്ന് പണ്ഡിതോചിതമായി ഏറ്റവും കൂടുതൽ വരുന്ന ആൾ പേരോടാണ്. അദ്ദേഹം ജിഷാനായിട്ടുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട്, കാന്തപുരത്തിനെതിരെ ആ ആരോപണം, ഈ ആരോപണം മൂപ്പരെല്ലാം ആരോപിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ആരോപണങ്ങളും വന്നപ്പോൾ മൂപ്പർക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല ഇങ്ങനെയൊന്നും ആരോപിക്കാൻ വേണ്ടി. ആ നിലയിൽ പണ്ടേരോ പത്രക്കാരൻ പറഞ്ഞല്ലോ, ഏതൊരു കുറിപ്പ് വന്നപ്പോൾ ഇയാളെക്കുറിച്ച് വ്യാജൻ എന്ന് പറഞ്ഞത് എനിക്ക് തെറ്റിപ്പോയതാണ്, വ്യാജൻ എന്ന് ഞാൻ പറഞ്ഞതിൽ ഖേദിക്കുന്നു. അതുപോലെ പേരോട് ഏറ്റു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും ചീത്ത പറയാണ്. അങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് പേരോട് വിശദീകരിക്കണമെന്ന് പറയുന്നുണ്ട്. ഞാനല്ലേ ഉണ്ടായുള്ളൂ, സമസ്തയിൽ ഒരുപാട് ആളുകളില്ലേ, ഒരുപാട് പണ്ഡിതന്മാരില്ലേ, ഒരുപാട് നേതാക്കളില്ലേ, പിന്നെ എന്തുകൊണ്ട് അവരാരും പറഞ്ഞില്ല? അവ പറയാൻ അതിന് പറ്റുന്ന ആൾ ഞാൻ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് പിന്നാലെ അതിൻ്റെ ക്ലിപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. ആ ക്ലിപ്പ് 4.5 മണിക്കൂർ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ജിഷാന്റെ കയ്യിലുമില്ല, ആരുടെ കയ്യിലുമില്ല, എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നത്. 2 പേരോട് എന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു 4 മണി സമയം രാവിലെ, ഞാൻ തിരുവനന്തപുരത്ത് പരിപാടിക്ക് പോകുമായിരുന്നു, ഞാൻ ഉഷാദ് ഹസനി. അപ്പോൾ ഹസനി തിരൂരിൽ നിന്ന് കയറുന്നു, ഞാൻ ഇവിടെ നിന്ന്. അപ്പോൾ പേരോട് എന്നെ വിളിച്ചിട്ട് ഉപദേശം തുടങ്ങി. അപ്പോൾ അതിനു മുമ്പ് ഞാൻ അറിയായിരുന്നു SYSന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എന്നെ നൗഷാദ് ഹസനെയും അതുപോലെ ഇസ്ഹാഖ് ഹാജി ആക്കോടിനെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നറിഞ്ഞു. അത് നിഷേധിക്കാൻ വരട്ടെ, അപ്പോൾ നമ്മൾ മിനിറ്റ്സ് മുന്നിൽ വെച്ചിട്ട് ചോദിപ്പിക്കാം. അതുപോലെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ആളുകൾ പറയുമ്പോൾ എന്തായാലും അതിൻ്റെ രേഖകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ തീരുമാനിച്ചത് അറിഞ്ഞതുകൊണ്ട് തന്നെ പേരോട് എപ്പോൾ എന്നോട് സംസാരിച്ചാലും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമായിട്ട് ഞാൻ നടക്കുന്നുണ്ടായിരുന്നു ഏത് സമയത്തും. അങ്ങനെ യാദൃശ്ചികമായി അള്ളാഹുവിൻ്റെ ദീനിനെതിരെ പറയുന്നവരെ പിടികൂടാൻ അവസരങ്ങൾ ലഭിക്കുന്നത് തെളിവാണ്. യാദൃശ്ചികമായി റെയിൽവേ സ്റ്റേഷനിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം സലാം ചൊല്ലി സംഭാഷണം തുടങ്ങി. എന്താ മോനെ സുഖമല്ല എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ വലിയ ബന്ധമുള്ളവരാണ്. അത് പിന്നീട് അയാൾ നിഷേധിക്കട്ടെ, അപ്പം ഞാൻ ബന്ധം തെളിയിക്കും. എന്താ പറയുന്നത് ഞാൻ തെളിയിക്കും. കുറ്റാടി സിറാജിൽ ഇതൊക്കെ ഓലച്ചെട്ടുള്ള കാലം മുതലുള്ള ബന്ധം ഞാൻ തെളിയിച്ചു. അങ്ങനെ അദ്ദേഹത്തോട് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു, മുജാഹിദുകൾ ഇവിടെ പിളർന്നില്ലേ? ഞാൻ പറഞ്ഞു പിളർന്നു. എന്തുകൊണ്ടാണ് മുജാഹിദ് പിളർന്നിട്ട് സുന്നിയിലേക്ക് ആൾ വരാത്തത്? സത്യമാണ്, മുജാഹിദ് പിളർന്നിട്ടുണ്ട്, സുന്നിയിലേക്ക് ആൾ വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് സുന്നി എന്ന് തോന്നിയത് ആ പ്രസ്ഥാനത്തെയാണ്, അതിലേക്ക് ആരും വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തിരിച്ചറിവുകളുള്ള ആളുകൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടേ സംസാരിക്കുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഉസ്താദെ സംഘടന, ഞാൻ പറഞ്ഞ മറുപടി അതാണ്. ഞാൻ സുന്നിയിലേക്ക് വന്നില്ല എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു സംഘടന ഈ മുജാഹിദിൻ്റെ പ്രവർത്തകർക്കിടയിൽ നടത്തേണ്ടിയിരുന്ന ആദർശപരമായ സ്ക്വാഡ് വർക്കുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഉസ്താദ് സംഭവിച്ചത്. അത് ശരിയാണ്. പക്ഷെ വേറെ ഒരു കാരണമുണ്ട്. എന്താ കാരണം? അടുത്ത കാരണം
തബ്ലീഗ് ജമാഅത്ത് വളരെ ആരോടും ഒന്നും പറയാതെ ആരെയും ചീത്ത പറയാതെ വളരെ മാന്യമായ ശൈലിയിൽ പോകുന്ന ആളുകളാണ്. അപ്പോൾ അവരെ പോലെ നമ്മളും ആവണം. അതിന് മൂപ്പര് തെളിവായിട്ട് എന്നോട് പറഞ്ഞത് ബിദായയാണ്, ബിദായത്തുൽ ഹിദായ. അതെ, ബിദായയാണ്, ഗസാലി ഇമാമിന്റെ കിതാബാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു ആ കിതാബാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ഞാൻ ചോദിച്ചു നിങ്ങളെ ജീവിതം മാറ്റിമറിച്ചെന്ന് പറഞ്ഞാൽ ഉസ്താദ് ഒരുപാട് ആളുകളോട് ഉപരി ശൈലിയെ പറ്റിയാണ് പിലാത്തറയിലൊക്കെ പ്രത്യേകിച്ച് സാക്കിർ നായിക്ക് അദ്ദേഹത്തോട് നമുക്കൊരു യോജിപ്പില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോട്. പക്ഷേ സാക്കിർ നാക്കിന് സാക്കിർ എന്നിട്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് മൂപ്പരൊരു ഗിയറൊക്കെ മാറ്റി നായിക്ക് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. ഇത്ര അപമര്യാദയോടെ ഒന്നും വേണ്ട. ഈ സ്റ്റേജിൽ മുതലക്കുളത്തെ ഇവിടെ നടന്ന പരിപാടി കഴിഞ്ഞ 4-ാം തീയതി അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗങ്ങൾ, എന്നെ വിളിച്ച നെമ്മാമ് എന്നുള്ള പ്രയോഗം, അദ്ദേഹം നെമ്മാമ് എന്ന് വിളിച്ചു. അതിന് പറഞ്ഞത് ഞാൻ രാമന്തലിയുള്ള ആളാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം നെമ്മാമ് എന്ന് വിളിച്ചതിന് അദ്ദേഹം പറഞ്ഞു രാമന്തളിയിലെ രാമൻ എന്ന പ്രയോഗം വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അയാളെ മോശമായി പറയരുത്. അപ്പോൾ ഈ കോഴിക്കോട്ട് തന്നെ നിന്ന് ഞാൻ ആ പ്രസംഗം കേൾക്കുന്നുണ്ട്. തൊട്ടടുത്ത് അയാൾ പറയാണ് ഖുർആനിന്റെ വെളിയാണ് നെമ്മാമ് എന്നുള്ളത്, നിങ്ങൾ നെമ്മാമ് എന്ന് വിളിച്ചോളൂ. ഏതായാലും പേരോട് എന്നെ CD കച്ചവടക്കാരനാക്കിയിരുന്നു. ആ വിഷയത്തിൽ പേരോട് മറുപടി പറഞ്ഞ അവർ CD ഇറക്കിയിരുന്നത് ഇവിടെയുണ്ട്. അത് എല്ലാം പറയണമല്ലോ. CD കച്ചവടമാക്കി ഏറ്റവും കേരളത്തിലെ, ഞാൻ ഈ സദസ്സിനോട് ചോദിച്ചു, കേരളത്തിൽ നിങ്ങൾ കേട്ട വയലുകളിലോ പ്രഭാഷണങ്ങളിലോ എൻ്റെ അവിടുത്തെ CD ഇവിടെയും ഇവിടുത്തെ CD അവിടെയും അവിടുത്തെയും ഇവിടുത്തെയും CD ഇവിടെയും കിട്ടും എന്ന് പറയുന്ന ഒരാളെ കേരളത്തിൽ കാണിക്കാൻ പറ്റുള്ളൂ. അത് പേരോട് മാത്രമാണ്. അയാളാണ് എന്നോട് പറയുന്നത് ഞാൻ CD കച്ചവടക്കാരൻ, ഞാൻ CD ഇറക്കാറുണ്ട്. ഞാൻ ഇറക്കുന്ന CD 20 രൂപ 30 രൂപയ്ക്ക് ഞങ്ങൾ സംവാദങ്ങളുടെയും ആദർശ പ്രഭാഷണ നൗഷാദാസിൻ്റെ CD-കളാണ് പുറത്തിറക്കാറുള്ളത്. 20-30 രൂപ. അങ്ങനെ 20 രൂപക്കും 30 രൂപക്കും ആ CD വിറ്റ ഇന്നും SSF-കാരനായ പ്രവർത്തകൻ എൻ്റെ ഈ പരിസരത്ത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. ആ വിറ്റ് നടക്കുന്ന ആളെ ഈ ഒരു സർക്കിളിൽ ഞാനിങ്ങനെ കാണുന്നുണ്ട്. ഞാൻ ഒരു ഏരിയ അനുസരിച്ച് അവന് പ്രശ്നമില്ലല്ലോ. ഞാനിവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. തീർച്ചയായും എൻ്റെ കൺമുന്നിൽ എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ഈ സദസ്സിൻ്റെ മുന്നിൽ സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ ക്യാമറ ഒന്നും അങ്ങോട്ടൊന്നും തിരിയൂലേ? എന്നാൽ ഞാൻ അദ്ദേഹം ആരാന്ന് പിന്നെ ആ വെല്ലുവിളി, ഇതൊരു വെല്ലുവിളിയാണ്. അള്ളാഹു എനിക്ക് കൊണ്ടുതന്ന ഒരു അപാരമായ അനുഗ്രഹമാണ്. ഒന്ന് സൂം ചെയ്തോളാം താഴേക്ക്, ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പോയാൽ മതി. അപ്പൊ ആ സൈഡിൽ ഞാൻ ആളെ കണ്ടു. ഈ വ്യക്തി എൻ്റെ സുഹൃത്തുകൂടിയാണ്. ഇപ്പോഴാനുമായി ഊഷ്മളമായ നല്ല ബന്ധം നിലനിർത്തുന്ന ആളാണ്. ഈ വ്യക്തിക്കറിയാം 30 രൂപക്കും 20 രൂപക്കും ആദർശ പ്രഭാഷണങ്ങളുടെയും സംവാദങ്ങളുടെയും CD സദസ്സുകളിൽ വിതരണം ചെയ്യുന്നതിൻ്റെ പേരിൽ കേരളത്തിലെ ഒരുപാട് കാസറ്റ് കച്ചവടക്കാരൻ എന്നോട് കച്ചവടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കച്ചവടക്കാരനാണെന്ന് പറഞ്ഞ പേരോട് 50 രൂപ കൂക്കാറുണ്ട്. ആ പേരോടിൻ്റെ ആ ഉപദേശത്തിൽ എന്നോട് അദ്ദേഹം പറഞ്ഞത് തബ്ലീഗിനെ പോലെ നമ്മൾ എന്താവണം, മറുപടികളില്ലാത്ത, പരസ്പരം ഏറ്റുമുട്ടലുകളില്ലാത്ത ഒരു ശൈലി പ്രബോധനത്തിന് ഉപയോഗിക്കണം. ഇനി 10 കൊല്ലം നമുക്ക് ചെയ്യാനുള്ളത് അതാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നോട് ആ ഉപദേശിച്ചത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഉപദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ വിശാലമായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആദർശം ബിദ്അത്തിനെതിരെ. ഇവിടെ നിങ്ങൾ കേട്ടില്ലേ, ഞാൻ വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഇവിടെ വളരെ സവിസ്തരം വഹാബിസത്തെ പിടിച്ചു കുലുക്കിയ ഒരു പ്രഭാഷണം നടത്തി. അദ്ദേഹം ഇതിനു മുമ്പ് ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഇസ്ലാഹിൽ തന്നെ ഹമീദ് ഫൈസിയുടെ പ്രസംഗങ്ങളെ ചോദ്യം ചെയ്തു വന്നിട്ടുണ്ട്. മുജാഹിദ് പിളർപ്പിന്റെ സമയത്ത് അദ്ദേഹത്തെ മുജാഹിദുകൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളുടെ ഭാഗത്തെ കോട്ട് ചെയ്തുകൊണ്ട് ആ കോട്ട് ചെയ്ത ഭാഗം വെച്ചുകൊണ്ടാണ് പിളർപ്പിന് ആധാരമായ, ഞാൻ തുറന്നു പറയുന്നു, ഹമീദ് ഫൈസി അമ്പലക്കടവ് എഴുതിയ ലേഖനമാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്താൻ കാരണമായ ലേഖനം. ഹമീദ് ഫൈസി ശിലാസ്ഥാപനം നടത്തുകയും നൗഷാദ് ഹസനി മൂവാറ്റുപുഴയിൽ വെച്ച് സമാപനം നടത്തുകയും ചെയ്യുകയായിരുന്നു ആ പിളർപ്പ്. ഹമീദ് ഫൈസി തുടങ്ങിക്കൊടുത്തു, നൗഷാദ് ഹസനി അവസാനിപ്പിച്ചു. ഇത് രണ്ടും ഇന്ന് സമസ്തയുടെ ആശയങ്ങളോട് യോജിക്കുന്ന, ഒന്ന് സമസ്തയുടെ നേതാവാണ്, സമസ്തയുടെ പ്രസ്ഥാനങ്ങളുടെ നേതാവാണ്, മറ്റൊന്ന്. അങ്ങനെ ആ നിലയിൽ നമുക്ക് വേണ്ടപ്പെട്ട
ഒരുപാട് പ്രവർത്തനങ്ങളും ആദർശ പോരാട്ടങ്ങളും നടത്തിയ ഒരു ഭൂമിക സമസ്തയുടെ ഉണ്ടാക്കി തരുമ്പോൾ ഈ AP വിഭാഗത്തിന്റെ സംഘടന അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇപ്പോൾ രംഗത്തിറങ്ങുകയാണ്. അതുകൊണ്ട് ആ പ്രസ്ഥാനത്തിൽ നിന്നാൽ ആദർശം പറയാൻ എനിക്ക് കഴിയില്ല, സുന്നിയായി ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ആ പ്രസ്ഥാനങ്ങളോട് വിട ചെല്ലുന്നത്. ഞാനിതാ ചുരുക്കുകയാണ്. അവസാനമായി എനിക്കൊരു വാചകം കൂടി പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, അവിടുത്തെ കബറിടം അല്ലാഹു സ്വർഗ്ഗപൂവനമാക്കി മാറ്റുമാറാവട്ടെ. കണ്ണിയത്ത് ഉസ്താദ്, ഈ രണ്ട് മഹാവ്യക്തിത്വങ്ങൾ, ആ രണ്ട് മഹാവ്യക്തിത്വങ്ങളെ അവരുടെ വഫാത്തിന് ശേഷം എൻ്റെ പഴയ സംഘടന മഹാന്മാരായി ചിത്രീകരിച്ചു. അങ്ങനെ മഹാന്മാരായി ചിത്രീകരിച്ച ലേഖനങ്ങളും പ്രസംഗങ്ങളും കേട്ടപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു പഴയ പുസ്തകം എടുത്തു നോക്കിയപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കണ്ണിയത്ത് ഉസ്താദിന്റെ മഹത്വം എഴുതിയെടുത്ത് അവസാനം പറയുന്നുണ്ട്, തിന്മയും സുന്നി വിരുദ്ധതയും കണ്ണിയത്ത് ഉസ്താദ് എവിടെയെങ്കിലും കണ്ടുമുട്ടിയാൽ അതിനെതിരെ മുഖം നോക്കാതെ പണ്ഡിതനോ പണക്കാരനോ ആണെന്ന് നോക്കാതെ നടപടിയെടുക്കും, അഥവാ പുറത്താക്കും. സെൻസിങ്ങിന്റെ ദ എൻഡ് എന്ന് പറഞ്ഞൊരു പതിപ്പ് കൂടെ ഉണ്ട്. ഈ ലക്കത്തിന്റെ എഡിറ്റർ ഞാനാണ്. അതങ്ങനെയാണ്, ഓരോ ലക്കവും ഓരോരുത്തരാണ്. അപ്പൊ ഇന്ന് ഈ മഹത്തായ ജനങ്ങളെ, ഇത്രയും ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട്, മഹാന്മാരായ പണ്ഡിതന്മാരെ നിർത്തിക്കൊണ്ട് സമുദായത്തിലൊരു ബ്ലാക്ക് ഹോളായിരുന്ന സെൻസിങ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി ആ വരികൾ നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കാൻ തിരിച്ചു വരും. കോപ്പിയായി അതിൽ ഫസ്റ്റ് 2 ഫോട്ടോകൾ കാണാം. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും മഹാനരായ ഉമർ അലി ശിഹാബ് തങ്ങളുടെയും ഫോട്ടോ. അതിൻ്റെ താഴെ, നാഥ ഞങ്ങളുടെ ഈ വഴികാട്ടികൾക്ക് സ്വർഗ്ഗപൂവനത്തിൽ സ്ഥാനങ്ങൾ ഏറ്റി നൽകണേ, ആമീൻ. ഈ മഹാസയ്യിദുമാരെ സെൻസിങ്ങിന്റെ പഴയ എഡിറ്റർമാർ, ഞാനല്ല കേട്ടോ, പഴയ എഡിറ്റർമാർ പൊറുക്കാനാവാത്ത വിധം ഫോട്ടോകൾ ദുരുപയോഗം ചെയ്തു. മാപ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തോട്, മുസ്ലിം ഉമ്മത്തിനോട് എന്ന് പറഞ്ഞിട്ട് അതിൽ നൗഷാദ ഹസനിയുടെ കത്തുണ്ട്, അതുപോലെ സെൻസിങ്ങിന്റെ എഡിറ്റോറിയലുണ്ട്. മാത്രമല്ല പുതിയ വിവാദങ്ങൾ, എൻ്റെ പഴയകാല നേതാവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്, അതുപോലെ കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി ഞാൻ പറഞ്ഞ ലേഖനം ഇതിനകത്തുണ്ട്, കാന്തപുരം എഴുതിയ ലേഖനം. പിന്നെ കാപട്യവും വിശ്വാസ കർമ്മഭ്രംശവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറ്റിപ്പുറം എന്ന പേരിൽ ഒരു ചെറിയ ആർട്ടിക്കിൾ ഉണ്ട്. അതൊരു സാമ്പത്തിക കുറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനം മാത്രമാണ്, കുറ്റിപ്പുറത്തെ പറ്റിയല്ല. പക്ഷേ കുറ്റിപ്പുറത്തിൽ ആരെങ്കിലും കുറ്റിയടിച്ചിട്ടുണ്ടെങ്കിൽ അവരും അതിൽ ബാധകമാണ്. പിന്നെ എനിക്ക് കുറ്റിപ്പുറം അറിയില്ലെന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. കാരണം കേരള യാത്ര ആരംഭിച്ചത്, പ്രഖ്യാപനം നടത്തിയത് കുറ്റിപ്പുറത്ത് വെച്ചായിരുന്നു. അന്ന് കുറ്റിപ്പുറം നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അന്ന് ആ സമ്മേളനത്തിൽ പോയില്ല എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. അത് പറയലേതായാലും ശരിയില്ലല്ലോ. പിന്നെ ഞാൻ പിരിവ് നടത്തിയിട്ടില്ല, ഞങ്ങൾ ഷാർ മുബാറക്ക് പള്ളിക്ക് വേണ്ടി പിരിവ് നടത്തിയിട്ടില്ല എന്നിവിടെ പ്രസംഗിച്ചു, അല്ലെങ്കിൽ ലേഖനം എഴുതി. അങ്ങനെ പിരിവ് നടത്താൻ ഇരിക്കുന്ന ഫോട്ടോ ഉണ്ട്. അതുപോലെ പിരിവിന് വേണ്ടി ഇറക്കിയ റെസീറ്റ് ഉണ്ട്. ഇനി ഞാൻ ഒന്നുകൂടി പറയാം, റെസീറ്റിന്റെ ഓരോ കോപ്പി, സത്താർ സാഹിബിനെ പോലെ ഉസ്താദുമാരെ പോലുള്ള ആളുകൾ റെസീപ്റ്റിന്റെ ഓരോ കോപ്പിയാണ് കൊണ്ട് നടക്കാറുള്ളത്. എൻ്റെ കയ്യിൽ ഒരു ബുക്ക് തന്നെ ഉണ്ട്. മാത്രമല്ല ആ കേസിൽ കോടതിയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് വേണ്ടി കക്ഷി ചേർന്ന ആളാണ് ഞാൻ. ഇനി എവിടെയെങ്കിലും മറുപടി പറയുന്നെങ്കിൽ, ഞാൻ ഇപ്പോഴും കാന്തപുരത്തിന് അനുകൂലമായിട്ടാണ് കേസിൽ കക്ഷി ചേർന്നിട്ടുള്ളത്. പ്രസന്റ്ലി ഈ നിമിഷം വരെ ഞാൻ അങ്ങനെയാണ്. കാന്തപുരം പറയണം, രാമന്തളി അതിൽ നിന്ന് പിന്മാറൂ. ഞാൻ പിന്മാറും, പേരോട് പറഞ്ഞോട്ട് പിന്മാറില്ല. കാരണം എനിക്ക് പേരോടിന് വിശ്വാസമില്ല. കാന്തപുരത്തെ അദ്ദേഹം കുഴിയിലിറക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയും കാന്തപുരത്തെ ഈ വിഷയത്തിൽ. കാരണം എന്തുകൊണ്ടെന്നാൽ, അമീദ് ഫൈസിനോട് ഞാൻ ഇപ്പോൾ ചോദിച്ചു, നിങ്ങൾ ബോംബെയിൽ എത്ര ദിവസമാണ് ബന്ധമുള്ളത്? അമീദ് ഫൈസ് പറഞ്ഞു 2 ദിവസത്തെ ബന്ധം, ജാലിയവാലയ. എന്നാൽ ഞാൻ എത്ര ബന്ധമുണ്ടാവും? 60 ദിവസത്തെ ബന്ധം. ജിഷാനൊക്കെ 3 ദിവസം. ജാലിയവാലയുമായി 60 ദിവസത്തെ ബന്ധമുണ്ട്. ഞാൻ ജാലിയവാലിനോട് കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഓരോ പ്രാവശ്യം ഞാൻ പോകാറുണ്ട്. ഞാൻ ഈ അടുത്ത് ചാനലിലൂടെ പരിപാടി പുറത്തു വിട്ടിട്ട് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്.
ഞാൻ പോയി 10 ദിവസം അവിടെ ഉണ്ടായിട്ടുണ്ട്. മഹാനായ ജാലിയവാലയുടെ കൂട്ടത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് അദ്ദേഹത്തോട് ഞാൻ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ. എനിക്ക് ഹമീദ് വെച്ച് പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്യാനും ഇതിനൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ ആകെ പോയത് എന്നെപ്പറ്റി പറയുമ്പോൾ പറയണല്ലോ ഈ വിഷയത്തിൽ. കോഴിക്കോട് നിന്ന് ഷംസീറൊക്കെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. ഓഫീസുള്ള ഷംസീർ ഉണ്ടല്ലോ. എന്നൊരു കാലത്ത് ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വാങ്ങുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊടുത്തപ്പോൾ ബോംബെയിലുള്ള ഇമ്രാൻ ദാദാനിയുടെ കൂടെ ഇമ്രാൻ ദാദാനിയെ ഒരു വണ്ടിയിൽ പൊക്കിയിട്ട് പോയാൾ ഞാനാണ്. അപ്പോൾ അന്ന് അതിലൊക്കെ ഇടപെട്ട ജാലിയവാല എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാനന്ന് വന്നത്. ആ ബന്ധാണ് അതിൽ തെളിയിക്കുന്നത്. അങ്ങനെ ഞാൻ ജാലിയവാലയുടെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു. ഓരോ പ്രാവശ്യം ചോദിക്കാറുണ്ട്, നിങ്ങളുടെ സനത് കാന്തപുരം ഉസ്താദ് അങ്ങനെ പറയണമല്ലോ, അന്നങ്ങനെ പറയണ്ടേ, ഇപ്പം മാറ്റി. അപ്പോൾ ഇപ്പം മാറ്റണം. കാരണം പേരോട് എന്നോട് എൻ്റെ പേരിൽ ആരോപണം ഉന്നയിച്ചാൽ പിന്നെ ഞാനത് ഉപയോഗിക്കുന്നത് ശരിയല്ല. ഉസ്താദ് എന്ന് പറയരുത് എന്നാണ്. അപ്പം ഞാനത് പറയില്ല. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, കാന്തപുരം ഉസ്താദ് നിങ്ങൾ സനത് കൊടുത്തിട്ടുണ്ടല്ലോ? അപ്പോൾ മുമ്പ് ആദ്യം തന്നെ പറഞ്ഞു, ഇല്ല, കൊടുത്തിട്ടില്ല. ഈ പറയപ്പെട്ട അങ്ങനത്തെ ഒരു സ്ഥാനത്ത് കൊടുത്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ കുറേ ചർച്ച നടക്കുന്നുണ്ട്, അച്ഛനാണോ അമ്മയാണോ എന്ന് ക്ലിപ്പിട്ട് നടക്കാറുണ്ട്. പേരോട് ഉറുദു അറിയാമെന്ന് പറഞ്ഞ മൂപ്പര് പറഞ്ഞു, എന്തോ മാനേജ് ചെയ്യാമെന്ന് ഏതൊരു വാക്ക് മൂപ്പർക്ക് അറിയാമെന്ന് പറഞ്ഞു. അത് പണ്ട് പേരോടെ പ്രസംഗത്തിൽ ഇംഗ്ലീഷ് പറയാറുണ്ട്. അൻസാർ മാഷൊക്കെ ഓർമ്മയുണ്ട്. ചിലപ്പോൾ ഫുൾ സ്റ്റോപ്പൊക്കെ മാറ്റിയിട്ട് മൂപ്പരാണ്ട് കൂട്ടി വായിക്കൂ. ഒരൊറ്റ വായിക്കലാണ്. അതുപോലെ ഉറുദു വായിച്ചതാണ്. എന്നിട്ട് ആ ജാലിയവാലയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സനത് കൊടുത്തിട്ടില്ല. ഞാൻ എനിക്കറിയാവുന്ന സനത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. സനത് അദ്ദേഹം കണ്ടിട്ടെന്നില്ല. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സനത് കണ്ടിട്ടുണ്ട്. സനത് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. ഈ അടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ്, ഏതൊരു ബന്ധുവിൽ നിന്ന് കിട്ടിയ ഫോട്ടോസ്റ്റാറ്റ്, അത് വായിക്കാനായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഉള്ളത് പറയാമല്ലോ. പക്ഷേ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ പേര് ഇക്ബാൽ വലി ജാലിയവാല എന്നാണ്. അപ്പോൾ അയാളെ ഈ ജാലിയവാല എന്ന് പേരുള്ള ഒരാൾ തന്നെയാണ് ദോറാജി വാല എന്നുകൂടി ഉണ്ടായിരുന്നു. ദോറാജി വാല എന്ന് പേരുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വാപ്പ. ഒരിക്കലും ഈ സ്റ്റേജിൽ വെച്ച് ഇസ്മായിൽ സഖാഫി പറഞ്ഞല്ലോ, ആരാണ്, ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞ ഒരാൾ ഇന്ന് വരെ ആ കുടുംബത്തിൽ ജനിച്ചിട്ടില്ല. ഇതുവരെ ജനിച്ചിട്ടില്ല. ഉറപ്പാണ്, അങ്ങനെ ഒരു കുട്ടി ആ കുടുംബത്തിൽ ജനിച്ചിട്ടില്ല. മാത്രമല്ല അയാളുടെ വാപ്പയുമല്ല അദ്ദേഹം. അവസാനം ഞാൻ അയാളോട് ചോദിച്ചു, ഈ ഇക്ബാൽ നമ്മളെ എന്താണ് ജീലാനിയെ, അബ്ദുൽ ഖാദർ ജീലാനി, ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി നിങ്ങൾക്ക് അറിയുന്നു? ഇല്ല, എനിക്കറിയില്ല, ഇന്ന് വരെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ അന്വേഷണം നടത്തുകയും അങ്ങനെ ബന്ധപ്പെടുകയും ചെയ്തപ്പോൾ ഇസ്മായിൽ സഖാഫി പറഞ്ഞ പോലെ തന്നെ ഞാനും പറയുന്നു, ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി നൽകിയ സനത് ഉപയോഗിച്ച് ഈ കേരളത്തിലെ ജനങ്ങളോട് സനതാണിതെന്ന് പറഞ്ഞത് മഹാ അബദ്ധവും തട്ടിപ്പുമാണ്. ഞാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്റെ പഴയ നേതാവിനെ വെല്ലുവിളിക്കുന്നു. ഈ ആയിരക്കണക്കിന് ആളുകളും കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കായ ആളുകളെയും സാക്ഷി നിർത്തി ചോദിക്കുന്നു, ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന വ്യക്തിയെ ബോംബെയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി പറയട്ടെ, കാന്തപുരത്തിന് ഞാനിങ്ങനെ ഒരു ഷെയർ കൊടുത്തിട്ടുണ്ടെന്ന്. അദ്ദേഹം പറയില്ല എന്ന് മാത്രമല്ല, കാന്തപുരത്തെ ജാലിയവാലയെ അദ്ദേഹമോ അദ്ദേഹത്തെ ജാലിയവാലയോ കണ്ടിട്ടില്ല. രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു സനത് ഇവിടെ കൊണ്ടുവന്ന് വായിച്ച് ഇത്ര വൃത്തിഹീനമായ വിധത്തിൽ സമുദായത്തെ കച്ചവട വസ്തുവാക്കിയതിൽ എനിക്ക് വേദനയുണ്ട്. ഈ സമൂഹത്തോടത് തുറന്നു പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഈ മനുഷ്യൻ ഇനി ചിലപ്പോൾ കുറച്ചു കഴിഞ്ഞാൽ നമ്മളെയും വെക്കും. ലോക ബാങ്കിന് പലപ്പോഴും ഇന്ത്യ കടക്കാരാണെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോഴൊക്കെ ഏതെങ്കിലും സാമ്രാജ്യത്വ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയുള്ളവരുടെ അടിമകളായി, പണ്ടത്തെ യൂസുഫ് നബിനെയൊക്കെ വിറ്റതുപോലെ ചിലപ്പോൾ നമ്മളാരെങ്കിലും അതിൽ പ്രവർത്തിച്ചാൽ വിറ്റുപോകുമെന്ന പേടി കൊണ്ടാണ് ഞാൻ ഓടി രക്ഷപ്പെട്ടത്. അവിടുന്ന് വിറ്റുപോകരുത്. ആ നിലയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ വിഷയം ഞാൻ നിർത്തി. ഞാൻ ശംസുൽ ഉലമയിൽ പോയതാണ്. അപ്പോൾ ശംസുൽ ഉലമ പോലെയുള്ളവർ വഫാത്തായപ്പോൾ ഇവർ മഹാന്മാരാണെന്ന് പറഞ്ഞു. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണത്, എൻ്റെ മാറ്റത്തിൻ്റെ കാരണം. ഈ അടുത്താണ് ഞാൻ ആ പുസ്തകം കണ്ടപ്പോഴാണ് വായിച്ചപ്പോൾ ചിന്തിച്ചത്. ഈ അടുത്തൊരു പേരോടിൻ്റെ പഴയ പ്രസംഗം നോക്കി. അപ്പോൾ ഈ മഹാന്മാരുടെ മുന്നിൽ അവർ ഇത്രയും വലിയ മഹാന്മാരാണെങ്കിൽ ജീവിത വഫാത്തിന് ശേഷം, അത് കാളമ്പാടി ഉസ്താദ് വഫാത്തായപ്പോൾ അവിടെയും പോയി മഹാനവറുകൾ.
അങ്ങനെ ഈ മഹാന്മാരുടെ അടുത്തൊക്കെ വഫാത്തിന് ശേഷം പോകാമെങ്കിൽ ജീവിതകാലത്ത് എന്തുകൊണ്ട് ഇവരുടെ കൂടെ പ്രവർത്തിച്ചുകൂടാ എന്ന ഒരു സാധാരണ ആവറേജ് ബുദ്ധിയുള്ള ഒരാളുടെ ചിന്ത മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. ആ ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. കാരണം മഹാന്മാരായ ഈ സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ വഫാത്തായി പോയാൽ ചിലപ്പോൾ നാളെ പറയും അതും മഹാന്മാരാണ്. ഇപ്പൊ മഹാന്മാരല്ല എന്നുള്ളവരാണ്, തീർച്ചയായും അത് അംഗീകരിച്ചിട്ടാണല്ലോ ഇവിടെ വന്നത്. പക്ഷേ AAP വിഭാഗത്തിന്റെ നേതാക്കൾ നാളെ പറയും അവർ മഹാന്മാരാണെന്ന്. അങ്ങനെ പറയുന്ന ഒരവസ്ഥ നാളെ വന്ന് കൈകടിക്കണ്ടല്ലോ. അപ്പോൾ അവരുടെ കൂടെ, ആ മഹാന്മാരുടെ കൂടെ പ്രവർത്തിക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടിയാണ് ഞാനിവിടെ കടന്നു വന്നത്. കഴിഞ്ഞു എൻ്റെ വിഷയം ഇതൊക്കെയാണ്. അതോടൊപ്പം എനിക്ക് എൻ്റെ APക്കാരായ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, എന്നെ ഈ 4 മാസവും നെമ്മാമെന്നും രാമന്തളി മാറ്റിയിട്ട് രാമാന്നും പിന്നെ പേരോട് പറഞ്ഞതുകൊണ്ട് എടാ രാമൻ നെമ്മാമേന്നും ഒക്കെ വിളിച്ച ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് ഞാൻ പുറത്തു വന്നു. കാരണം പേരോടിൻ്റെ ഈ വിവരമില്ലായ്മ നിങ്ങൾ അറിയാതെ ഏറ്റുപിടിച്ചതായിരിക്കാം. പക്ഷേ നിങ്ങളോട് എനിക്കൊന്ന് പറയാനുണ്ട്. നിങ്ങൾ പലരും പറയാറുണ്ട് കാന്തപുരത്തെ തെറി പറയുന്നവരാണ് സമസ്തയുടെ പണ്ഡിതന്മാരും സംഘടനാ പ്രവർത്തകരുമെന്ന് പറയാറുണ്ട്. ഓർക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നെ തെറി പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് പ്രവർത്തകരോട് ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പൊന്മളയുടെ കാപട്യത്തെയും പൊന്മളയുടെ ദൈവബന്ധിസത്തെയും ഞാൻ തുറന്നു കാണിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ എന്നോടും പറഞ്ഞ മറുപടികൾ ഞാൻ രേഖയായി സൂക്ഷിക്കുന്നു. അവർ പറഞ്ഞത് സമസ്തയെ അഥവാ അപ്പുറത്ത് ചില തെറ്റുകളൊക്കെ വരും പറയുമ്പോൾ, ഇനി എഴുതി പഠിച്ചാൽ അതൊക്കെ ശരിയാവുള്ളൂ. സമസ്തയെ മറുപക്ഷത്തുള്ള ഈ AP വിഭാഗത്തിന്റെ നേതൃത്വത്തെയും ആ സംഘടനയും അസ്ഥിരപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു. ഭിന്നിപ്പിച്ചു എന്ന് പറഞ്ഞില്ല കേട്ടോ, അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചു എന്നതുകൊണ്ടാണ് എന്നെ അവർ തെറി വിളിക്കുന്നത് എന്ന് എല്ലാവരും കാരണം പറഞ്ഞു. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഒരു വലിയ പ്രസ്ഥാനം സമസ്ത, ഈ സമസ്ത പിളർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത കാന്തപുരത്തെ ഇവിടെ നിന്ന് മറുപടിയായി പറഞ്ഞാൽ ശരിയല്ല. നിങ്ങൾ പറഞ്ഞ ന്യായമനുസരിച്ച് ശരിയെന്നല്ലേ പറയേണ്ടതല്ലേ? നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ആ വാക്കുകൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ അങ്ങനെ 5 ഈമാൻ കാര്യമുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ 2ാം ക്ലാസ്സിലെ പുസ്തകം എടുത്ത് നോക്കി. നമ്മുടെ സംസ്ഥയുടെ അഖീദ അത്രേ നോക്കിയുള്ളൂ. സമസ്തയുടെ അഖീദ എടുത്തിട്ട് ഞാനിങ്ങനെ വായിച്ചു. അർക്കാനുൽ ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കൽ, 2 അള്ളാഹുവിൻ്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കൽ, അള്ളാഹുവിൻ്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കൽ, അള്ളാഹുവിൻ്റെ മുർസലുകളെ കൊണ്ട് വിശ്വസിക്കൽ, അവസാന നാളുകൊണ്ട് വിശ്വസിക്കൽ. പൊന്മളന്റെ ഈമാൻ അവിടെ തീരും. പക്ഷേ അവിടെ ഇത് തീർന്നില്ല. ഒരു മോമിന് ഏറ്റവും നിർബന്ധമായി വേണ്ട ആ സിഫത്താണ് അയാൾ ഒഴിവാക്കിയത്. അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പുസ്തകം എന്നെ വഴി കാണിച്ചു. ഇനി ഈമാനുള്ള ഇത് കേൾക്കുന്ന, ഇനി ഇത് ശേഷം കേൾക്കാൻ സാധ്യതയുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരോടൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ കാരണങ്ങൾ ചെറിയ കാരണങ്ങളാണ്, ചില കാരണങ്ങളാണ്. ആയിരക്കണക്കിന് കാരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈ വേദിയും ഇവിടെയുള്ള സമയവും അപര്യാപ്തമാണെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് നൗഷാദ് ഹസനി ഞങ്ങളോടൊപ്പം സമസ്തയുടെ പാതയിൽ സജീവമായി നിൽക്കാൻ തീരുമാനിച്ച ഒരു വിശാല മനസ്സുള്ള വ്യക്തിയാണ് അദ്ദേഹം. അല്ലാഹു അദ്ദേഹത്തിന് ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ, സത്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ, അധർമ്മകാരികൾക്കെതിരെ എന്നും ശക്തമായി പ്രബോധനങ്ങൾ നടത്താനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ. അദ്ദേഹം എൻ്റെ കൂടെ തന്നെ വന്ന് ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് സ്വമേധയാ അദ്ദേഹം പറഞ്ഞു, എനിക്ക് തുറന്നു പറയണം എന്ന് പറഞ്ഞ് മലപ്പുറത്തെ സുന്നി മഹലിന്റെ ഓഡിറ്റോറിയത്തിലിരുന്ന് വളരെ സുവ്യക്തമായൊരു പ്രഭാഷണം നടത്തി. അതിന്റെ CD ആണ് നിങ്ങൾ കേട്ടത്. അതിലൂടെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ടൊരു വാക്ക്. എന്താ പറഞ്ഞത്? മക്കളെ, ഈ പള്ളി വരൂല. അദ്ദേഹം പറഞ്ഞ വാക്കാണ്. അതുപോലെ ഒരുപാട് കച്ചവടം, അങ്ങനെ എല്ലാം പറയുന്നുണ്ട്. പിന്നെ കളവുകൾ, AP അബൂബക്കർ മുസ്ലിയാർ, ഞാൻ സമൂഹത്തിൽ AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ ഒരുപാട് കളവുകൾ ഒരു ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എൻ്റെ പേര് മുഹമ്മദ് രാമന്തളി എന്നാണല്ലോ. നൗഷാദ് ഹസനോട് കാന്തപുരം പറഞ്ഞു, മുഹമ്മദ് രാമന്തളിയെ എനിക്ക് അറിയില്ല, ഞാൻ അയാളെ കണ്ടിട്ടില്ല. 26 കൊല്ലമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് എന്നെയും എനിക്ക് അദ്ദേഹത്തെയും, അദ്ദേഹത്തിന് അദ്ദേഹത്തെ അറിയുന്നതിനേക്കാളേറെ എനിക്ക് അദ്ദേഹത്തെയും അറിയുമെന്ന് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. ഇസ്മായിൽ സക്കാഫി, ഞങ്ങൾ പണ്ട് ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ്.
ഒരു കാലഘട്ടത്തിൽ പഴയ കാലത്ത് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ്. ഇസ്മായിൽ സഖാഫിയും ഞാനും തന്നെ ഒന്നിച്ചിരുന്ന് കാന്തപുരത്തിന്റെ മുറിയിലിരുന്ന് അക്കാലഘട്ടത്തിൽ ഒരുപാട് ചർച്ച ചെയ്ത ഓർമ്മകൾ ഇസ്മായിൽ സഖാഫിക്കും ബഹുമാനപ്പെട്ട ഹസൻ സഖാഫിക്കും ഉണ്ട് എന്നും ഈ ജനങ്ങൾ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, രാമന്തലി എനിക്കറിയില്ല, ചാനലിൽ പോകുന്നതിന് മുമ്പ് ഒരു പെൻഡ്രൈവ് ക്ലിപ്പുകൾ കൊണ്ടുതരാൻ വന്നപ്പോൾ മാത്രമാണ് ആദ്യമായി അയാളെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞു. ആ പറഞ്ഞ കളവ് മതി കേരളത്തിലുള്ള ഈമാനുള്ള ഏപിക്കാരായ ഓരോരുത്തർക്കും ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ദുആ വസിയ്യത്തോടെ നിങ്ങളെല്ലാവരും ആർക്കെങ്കിലും മാനസികമായോ ശാരീരികമായി ചിലതൊക്കെ പണ്ടുണ്ടായിട്ട് ഞാൻ പറഞ്ഞല്ലോ പഴയകാലം, അങ്ങനെ എന്തെങ്കിലും ദ്രോഹങ്ങളോ ഉപദ്രവങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രവർത്തിച്ച സംഘടനയെ ആത്മാർത്ഥമായി വിശ്വസിച്ചു പോയതിൻ്റെ പേരിൽ അന്ന് ചെയ്തതാണ്. അവിടെയും ഞാൻ കാപട്യം കാണിച്ചിട്ടില്ല. ഇപ്പോൾ എനിക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ തിരിച്ചു വന്നു. അങ്ങനെ എന്തുണ്ടെങ്കിലും പൊരുത്തപ്പെട്ട് തരണം. ഒരുപാട് ഉസ്താദുമാരെ ഞാൻ ആ കാലഘട്ടത്തിൽ വളരെ ഇടപെട്ടുകൊണ്ട് ദ്രോഹിച്ചിട്ടുണ്ട്. അവരൊക്കെ ആ ആദർശശുദ്ധിയുടെ അല്ലെങ്കിൽ ആ സതുദ്ദേശത്തിന് വേണ്ടി ഇന്ന് ഞാൻ ഈ ചെയ്ത അഥവാ സമസ്തയുടെ സമുന്നതമായ പാതയിലേക്ക് തിരിച്ചു വന്നു എന്ന സത്കർമ്മത്തെ ഞാൻ തവസ്സുലാക്കിയിട്ട് ഞാൻ അവരോട് പറയാണ്, ആ നന്മ കൊണ്ടെങ്കിലും എല്ലാം നിങ്ങൾ വിട്ടു പുറത്ത് മാപ്പാക്കി തന്നു. നിങ്ങളോടൊപ്പം ഞാൻ എന്നും അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രവർത്തനത്തിന് വേണ്ടി, എനിക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളോടൊപ്പം ഞാനുണ്ടാവുമെന്ന് വാക്ക് തന്നുകൊണ്ട് നിങ്ങളുടെ ദുആയും